വാഴ മുള്ളുമ്മ വീണാലും മുള്ള് വാഴമ്മ വീണാലും കേട് വാഴക്ക് എന്ന് പറഞ്ഞ മാതിരി സൂര്യൻ ഇങ്ങോട്ട് വന്നാലും ഭൂമി അങ്ങോട്ട് പോയാലും കേട് ഭൂമിക്കാണ്. അങ്ങനെയാണ് ഭൂമിയുടെ തകർച്ചയുണ്ടാവുക എന്ന് ശാസ്ത്രം പറയുന്നു. ഉദാഹരണമായി സൂര്യൻ ഭൂമിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ വലുതാവുകയാണെന്നാണ് സയൻസ് പറയുന്നത്. സൂര്യൻ വലുതാവുകയാണ്, സ്വയം വികസിക്കുകയാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന്മാരെ ഒരു തീക്കുണ്ടാരമാണ്. നമ്മൾ ഈ കാണുന്ന മാതിരി ചുവന്ന കാണാൻ രസമുള്ള ഗോളമൊന്നുമല്ല, തീക്കുണ്ടാരമാണ്. തീപ്പെട്ടി ഉരസുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് തീപ്പൊരി വരുന്ന മാതിരി വൻ രൂപമുള്ള തീജ്വാലകൾ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അത് നമ്മൾ കാണാത്തത് ദൂരം അത്ര കൂടുതലുള്ളതുകൊണ്ടാണ്. എത്രയോ ദൂരത്താണ് സൂര്യൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് ഇവിടെ പറക്കാൻ കഴിയില്ല ചൂടുകൊണ്ട്. ഈ സൂര്യൻ ഭൂമിയുടെ അടുത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? സൂര്യൻ നശിപ്പിക്കുമെന്ന സിദ്ധാന്തം, അല്ലെങ്കിൽ 2-3 ബില്യൺ വർഷങ്ങൾക്കിടയിൽ ഭൂമി മരിക്കാൻ പോവാണ്. ഇതൊക്കെ എത്ര രസകരമാണ് എൻ്റെ യുവ സഹോദര. പരിശുദ്ധ ഖുർആൻ ഒരു ഖിയാമത്ത് നാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ലോകം അവസാനിക്കാതെ ഇങ്ങനെ തന്നെ നിലകൊള്ളുമെന്ന് പറഞ്ഞ സയൻസാണ് പറയുന്നത്. ഒന്നുകിൽ സൂര്യൻ ഭൂമിയെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഭൂമി സ്വയം നശിക്കാൻ പോവുകയാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ, എല്ലാം നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിൻ്റെ അസ്തിത്വം മാത്രം ബാക്കിയാകും, ബാക്കിയെല്ലാം നശിക്കുമെന്ന് സൂറത്തുർ റഹ്മാനിൽ റഹ്മാനായ റബ്ബ് വളരെ വിഖണ്ഡിതമായി പറഞ്ഞ കാര്യം ആധുനിക ശാസ്ത്രം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. 2-3 ബില്യൺ വർഷങ്ങൾക്കിടയിൽ നശിക്കും സയൻസ്, അല്ലെങ്കിൽ പെട്ടെന്നുമാവാം, ഇത്ര വർഷങ്ങൾ വേണ്ടതില്ല എന്ന് പറയും. പല സിദ്ധാന്തങ്ങളുണ്ട്. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു പോവാണ് സയൻസിന്റെ സിദ്ധാന്തങ്ങൾ ഭൂമിയുടെ തകർച്ചയെ പറ്റി. 2 ഇപ്പം പറഞ്ഞത്. ഒന്നുകിൽ സൂര്യൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഭൂമി സ്വമേധയാ മരിക്കുക. മറ്റൊരു സിദ്ധാന്തം ഭൂമി ചെന്ന് സൂര്യനിൽ വീഴും. ഭൂമി അങ്ങോട്ട് ചെന്നിട്ട് സൂര്യനിൽ വീഴുക. അപ്പൊ എന്താ സംഭവിക്കുക? കത്തിക്കരിഞ്ഞു പോകും. തീജ്വാലകൾ അടങ്ങിയ സൂര്യനിൽ ചെന്ന് ഭൂമി വീണാൽ കത്തിക്കരിഞ്ഞു പോകും. വേറെ ഒന്ന് ബോംബ് പൊട്ടുന്ന പോലെ ഭൂമി അങ്ങ് പൊട്ടിപ്പോകും. സയൻസ് പറയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിൻ്റെ കിലുക്കം കുലുങ്ങിക്കൊണ്ട് പൊട്ടിപ്പിളരുന്ന നേരം, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ അകത്തുള്ള ഭാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന നേരം. ബോംബ് പൊട്ടുന്ന മാതിരി തന്നെ ഉണ്ടാവും. അത് അകത്തുള്ള ഭാരം പുറത്തേക്ക് തള്ളുക, പൊട്ടിത്തെറിക്കുക എന്ന് ഖുർആൻ പറയണോ? സയൻസ് പറയണേ ഒന്നുകിൽ ഭൂമി ബോംബ് പോലെ പൊട്ടിത്തെറിക്കാൻ പോവുകയാണ്. അതിനെന്താ കാരണം? സയൻസ് പറയുന്നുണ്ട്, ഭൂമിക്കകത്ത് ലാവ ഉണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവ ഭൂമിയുടെ അടിയിലുള്ളിൽ. ഈ ലാവ പുറത്തേക്ക് വന്നാൽ ഭൂമി ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കാനിരിക്കുകയാണ്. ആ ലാവ പുറത്തേക്ക് ഒഴുകും, ഏറ്റവും ചൂടുള്ള അഗ്നിജ്വാല പോലെ ചൂടുള്ള ലാവ. മറ്റൊരു സിദ്ധാന്തം, ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ വലുതാവുക, ഭൂമി ചുരുങ്ങുക. എൻ്റെ സഹോദരന്മാർ ആലോചിക്കണം, ഭൂമി ചെറുതാവുകയാണെന്നാണ് സയൻസ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ 14 മുമ്പ് പറഞ്ഞു, അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമി അതിൻ്റെ നാനാഭാഗത്തു നിന്നും നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിച്ചിരിക്കുകയാണ്. 14 മുമ്പ് സയൻസ് പഠിക്കാത്ത ആമിന ബീവിയുടെ മുത്തുമോൻ, ഒരു കോളേജിന്റെ ഗേറ്റും കാണാത്ത പ്രവാചക തിരുമേനി, ഒരു ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാത്ത പ്രവാചകൻ, ആകാശഗോളം കാണാൻ ഒരു ബൈനോക്കുലർ പോലും വെച്ച് നോക്കാൻ അവസരം ലഭിക്കാത്ത പരിശുദ്ധ പ്രവാചക തിരുമേനി ലോകത്തിന് ഓതി കേൾപ്പിച്ച ഖുർആനിൽ പറയുകയാണ്, ഭൂമിയെ നാനാഭാഗത്ത് നിന്ന് നാം ചുരുക്കിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നാം ഭൂമിയെ ചുരുക്കുകയാണ്. ഈ ആയത്തിന് 2 രീതിയിൽ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഒന്ന് ഭൂമി ചുരുങ്ങുകയാണ് എന്ന രീതിയിൽ, മറ്റൊന്ന് ഇസ്ലാം ഭൂലോകത്ത് വ്യാപിക്കുകയാണ്. ഭൂമിയുടെ വലിപ്പം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വ്യാപിക്കുക. അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ട് ഭൂമി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ഭൂമി ചുരുങ്ങുകയാണെന്ന് ഖുർആൻ, ഭൂമി ചുരുങ്ങുകയാണെന്നുള്ളതിനെ കുറിച്ച് സയൻസ് എന്ത് പറയുന്നു? സയൻസ് പറയുന്നത് ഭൂമിക്ക് ഇതിൻ്റെ 100 ഇരട്ടി വലിപ്പമുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു സത്യം പറഞ്ഞിട്ടുള്ളൂ. ഭൂമിക്ക് ഇന്നുള്ളതിൻ്റെ 100 ഇരട്ടി വലിപ്പം മുമ്പുണ്ടായിരുന്നു. ആകർഷണ ശക്തി ഇന്നുള്ളതിനേക്കാൾ ഭൂമിക്ക് കൂടുതലായിരുന്നു. ആ ആകർഷണ ശക്തി ഇന്ന് കുറയാനുണ്ടായ കാരണം ഭൂമിക്കകത്തുള്ള വോളറ്റൈൽ മാറ്റർ നഷ്ടപ്പെട്ടതാണ്. അത് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ നിന്നിട്ട് സമയം കളയുന്നില്ല. അതൊക്കെ പറഞ്ഞു പോവാണ്. ശാസ്ത്ര ഗ്രൂപ്പ് എടുത്തിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വോളറ്റൈൽ മാറ്റർ എന്താണെന്ന് മനസ്സിലാവും. വോളറ്റൈൽ മാറ്റർ ഭൂമിക്കകത്തുള്ളതാണ്. അത് ചുരുങ്ങിപ്പോകുന്നു, ഭൂമി ചുരുങ്ങുന്നു. റേഡിയോ ആക്റ്റീവ് ഹീറ്റ്, ഭൂമിക്കകത്തുള്ള റേഡിയോ ആക്റ്റീവ് ഹീറ്റ്, അതിൻ്റെ പ്രവർത്തനവും
ഭൂമിയെ ചുരുക്കുന്നതിൽ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു ശാസ്ത്ര സിദ്ധാന്തം ഭൂമിയുടെ തകർച്ചയെക്കുറിച്ചുള്ളത് ഇപ്പോൾ പലതായി. ഒന്നുകിൽ ഭൂമി സ്വയം നശിക്കുക, അല്ലെങ്കിൽ സൂര്യൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ സൂര്യനിൽ ചെന്ന് വീഴുക, അല്ലെങ്കിൽ സ്വയം ബോംബ് പൊട്ടുന്ന മാതിരി പൊട്ടുക. ഇനി ഇതൊന്നും അല്ലാത്തൊരു അഭിപ്രായം സയൻസ് പറയുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, ഭൂമി ഇന്നൊരു ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ ഈ ഭ്രമണപഥത്തിൽ നിന്ന് ആരെങ്കിലും തെറ്റിക്കുക മതി അപകടം ഉണ്ടാവാൻ. ഒരു റൂട്ടിൽ കൂടി പോണ വണ്ടിയെ റോട്ടുമെന്ന് തെറ്റിച്ചാൽ വണ്ടി പോയി മുട്ടൂലേ? ഭൂമി ഇന്ന് അതിന്റെ റൂട്ടിലൂടെ സൂര്യന് ചുറ്റും വലയം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയെ അതിന്റെ റൂട്ടിൽ നിന്ന് തെറ്റിക്കാൻ ഏതെങ്കിലും ഒരു ഗോളം വന്ന് കൂട്ടിയിടിച്ചാൽ അതോടെ ഭൂമി നശിച്ചു പോകുമെന്ന് സയൻസ് പറയുന്നു.